ലൈംഗിക വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാട്ടാ. നമ്മൾ കേൾക്കാതെ പോയാൽ ചിലപ്പോൾ നമ്മളെ ജീവിതം, നമ്മളെ ദാമ്പത്യ ജീവിതം തകരാൻ വരെ കാരണമാകും. അപ്പോൾ നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ. അപ്പോൾ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടിയായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠമാണ് ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പല സൈക്കോളജിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇത് ഫോളോ ചെയ്താൽ ഉറപ്പായാലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയാകും. പല പ്രശ്നങ്ങൾ കൊണ്ടും ദാമ്പത്യ ജീവിതം തകരാറാവുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാതെ പോകരുത്. ഇത് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു നല്ല തീരുമാനം നമ്മൾ എടുക്കുക. പഠിച്ച നല്ലൊരു കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യമാണ്, ഒരിക്കലും ഭർത്താവ് തൻ്റെ ഭാര്യയോട് മറ്റൊരു പുരുഷനെക്കുറിച്ച് അമിതമായി അവനെക്കുറിച്ച് വർണ്ണിച്ച് പറയരുത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പുരുഷനെ, നമ്മളെ ഫ്രണ്ടായിരിക്കും, അവനെക്കുറിച്ച് അവൻ്റെ ഭാര്യയോട് അവൻ്റെ ബോഡിയൊക്കെ, അവൻ്റെ മസിൽ നോക്കുക, എന്താല്ലേ അടിപൊളി ശരീരമാണ് അവൻ്റെ ബോഡി അടിപൊളിയാണ്, അവൻ്റെ ഒരുപാട് മസിലുണ്ട്, അവൻ്റെ നിറം നോക്കിയാൽ, അങ്ങനെ അവൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഭാര്യയോട് ഇങ്ങനെ വർണ്ണിച്ച് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. തിരിച്ച് ഭാര്യയും അവളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച്, അവളുടെ ഒരു കൂട്ടുകാരിയെ കുറിച്ച്, അവളെ കണ്ടില്ല, അവളുടെ ശരീരത്തിൻ്റെ നിറം നോക്ക്, അതുപോലെ തന്നെ അവളുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, നിറം, മറ്റുള്ള സൗന്ദര്യ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് നമ്മൾ ഒരിക്കലും ഭർത്താവിനോട് പറയരുത്. കാരണം ചിലപ്പോൾ ഭാര്യയ്ക്ക് അവനെ ഒരു പുരുഷനെ കുറിച്ച് വർണ്ണിച്ച് പറയുമ്പോൾ അവരോട് അടുപ്പം തോന്നിയേക്കാം. തിരിച്ച് ഭാര്യ പറയുമ്പോഴും അവരുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ചിലപ്പോൾ അവരുടെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ ഭർത്താവിനും അവളോട് ചിലപ്പോൾ അട്രാക്ഷൻ തോന്നും. അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകാനിടയുണ്ട്. നമ്മളെ ദാമ്പത്യ ജീവിതം ചിലപ്പോൾ അതുകൊണ്ട് തകരാറിലാവാൻ വരെ സാധ്യതയുണ്ട്. പല ഹറാമിലേക്കും നമ്മളത് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച്, ഭർത്താവ് ഭാര്യയോട് നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് വർണ്ണിച്ച് പറയരുത്. ഭാര്യ മറിച്ച് അങ്ങോട്ടും നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ ഒരിക്കലും അമിതമായിട്ട് വർണ്ണിച്ച് പറയാതിരിക്കുക. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭാര്യ തൻ്റെ ഭർത്താവിനെ കിടപ്പറയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ സമയത്ത് ഭർത്താവ് അത് നിരസിക്കുകയാണ്. ഒന്ന് പോടി, എനിക്കിപ്പോൾ നേരമില്ല, എനിക്കൊരു മൂഡില്ല, ഇപ്പം ഒന്നും പറ്റില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഭാര്യ പറയും എനിക്കിപ്പോൾ ഒരു മൂഡില്ല. കാരണമില്ലാതെ നിരസിക്കൽ എന്താണ് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭർത്താവിനെ ഭാര്യ ക്ഷണിക്കുകയാണെങ്കിലും ഭർത്താവിനെ ക്ഷണിക്കുകയാണെങ്കിലും ഈ 2 സമയത്തും നിങ്ങൾ പരസ്പരം ഒരു കാരണവുമില്ലാതെ ഒഴിഞ്ഞു മാറരുത്. ഭർത്താവ് ഭാര്യനെ ക്ഷണിക്കുമ്പോൾ ഭാര്യ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഭർത്താവിൻ്റെ അടുത്ത് പോകണം. ഭാര്യ ഭർത്താവിനെ ക്ഷണിക്കുകയാണെങ്കിൽ ഭർത്താവും തിരിച്ചങ്ങോട്ട് പോകണം. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും ഒരു ഇതുണ്ട്. ഭർത്താവ് ഇപ്പോൾ പല സമയത്ത് വിളിക്കുകയാണ്, അപ്പോൾ അവർക്കുള്ളൊരു ഇതാണ് ലൈംഗിക ബന്ധം ഒരു മോശമായിട്ടുള്ള കാര്യമാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇല്ല. ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല. നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് കെട്ടിച്ചെന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സുഖം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു കടമയാണ്. അപ്പോൾ ലൈംഗിക ബന്ധമുള്ള ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു കുഞ്ഞുണ്ടാകൽ മാത്രമായിട്ട് നമ്മൾ കാണരുത്. പല ഹാപ്പിനെസ്സുകളും നമ്മൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ശാരീരികമായ നല്ലൊരു സ്റ്റെബിലിറ്റി നമുക്കുണ്ടാവും, മാനസികമായ ആരോഗ്യം ഉണ്ടാവും. മനസ്സിലെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെൻഷന് പോക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു സംഭവം തന്നെയാണ് ഭാര്യയുമായി സെക്ഷനിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു നമ്മളെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സമയം എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവർ ക്ഷണിക്കുകയാണെങ്കിൽ ഒരിക്കലും 2 പേരും മാറിക്കരുത്. നിങ്ങളെങ്ങനെയാണോ തീരെ ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയാണ് പറഞ്ഞ് മാറിക്കാം. പക്ഷേ ഒരു കാരണമില്ലാതെ ഒരിക്കലും മാറിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. എന്താണത്? ഭർത്താവ് ഭാര്യയെ തൻ്റെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു, പക്ഷേ ഒരു കാരണവുമില്ലാതെ ഭാര്യ അത് നിരസിക്കുകയാണെങ്കിൽ, അത് കാരണം ഭർത്താവ് ഒരു കോപിതനായിട്ട് അവിടെ കിടന്നുറങ്ങുകയാണെങ്കിൽ
പിറ്റേന്ന് ദിവസം രാവിലെ ആ ഭാര്യയെ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നവരെ മലക്കുകൾ ശപിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഞ്ഞുണ്ടാവാൻ മാത്രമല്ല, നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്താനാണ്. അപ്പോൾ നിങ്ങൾ ഭർത്താവ് നിങ്ങളെ ഭാര്യയെ ക്ഷണിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുമാറരുത്. നിങ്ങൾക്കുള്ള ഒരു ഉറവിടമാണ് ഭർത്താവ് എന്നുള്ളത്. അവർ നിങ്ങൾ സങ്കടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറുകയാണെങ്കിൽ ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇനിയിപ്പോൾ നിഷിദ്ധമായ പല സമയമുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ, ആ സമയത്ത് നിങ്ങൾക്ക് മാറിക്കാം. ബന്ധത്തിൽ ഏർപ്പെടുന്നല്ലാത്ത ബാക്കിയുള്ള എല്ലാ സുഖങ്ങളും ആ സമയത്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരിക്കലും ഭർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്ന സമയത്ത് ഒരിക്കലും കാരണമില്ലാതെ നിങ്ങൾ മാറി നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, ഭാര്യയും ഭർത്താവും സെക്ഷനിൽ ഏർപ്പെട്ട ശേഷം പിറ്റേ ദിവസം പോയിട്ട് ആ ഒരു കഥ, നിങ്ങൾ സെക്ഷനിൽ ഏർപ്പെട്ട ആ ഒരു സംഭവം നിങ്ങളുടെ കൂട്ടുകാരികളോടോ മറ്റുള്ളവരോടോ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു സ്വകാര്യത അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അത് മറ്റുള്ളവരോട് പറയുന്നതിലൂടെ നമുക്കൊരു മാനമുണ്ടാവും, ഭർത്താവിനൊരു മാനമുണ്ടാവും. പല ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും തകരാനുള്ള ഒരു കാരണമായിട്ടത് മാറും. അതുകൊണ്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു സ്വകാര്യത അത് നമ്മൾ മറ്റുള്ളവരോട് ഒരിക്കലും പറയാൻ പാടില്ല. അതൊരു സ്വകാര്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കൽ നമ്മളൊരു ബാധ്യതയാണ്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആ ഒരു മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ കൂട്ടുകാരികളോടോ പറയാൻ ഒരിക്കലും പാടില്ല. അത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാത്ത പക്ഷമാണെങ്കിൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങൾ ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും മുടങ്ങിപ്പോകുന്നുണ്ട്. ത്വലാഖ് വരെ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾ പരിഗണിക്കുക, ഭാര്യയും പരിഗണിക്കുക. അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒരിക്കലും നാം മറ്റുള്ളവരോട് പറയാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഗുണങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ദാമ്പത്യ ജീവിതം പടച്ചവൻ നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.